ഇത്തവണ തട്ടിപ്പുകാർ രംഗത്ത് വന്നത് വഴി അന്വേഷിച്ച് വീട്ടിലെത്തിയ ദിവസം വൈകിയാൽ ഇവ കൊണ്ടുള്ള സൈബർ ഗുണ്ടായിസം തുടങ്ങും. പുതിയ ഓൺലൈൻ വായ്പാ സംഘങ്ങളുടെ രാജു ഈ ഓൺലൈൻ ലോൺ ആപ്പിന്റെ കെണിയിൽ വീണെന്ന് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇവരെല്ലാം നമ്മുടെ സ്വപ്നങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ ഒരു കാറ് മേടിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങള്, ഒരു ബൈക്ക് മേടിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ സ്വപ്നങ്ങള്, ഒരു വീട് വേണം എന്നുള്ള സ്വപ്നങ്ങള്, ഇതെല്ലാമാണ് ഇവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങളാണ് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ദുഃഖത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത ഏറ്റുന്നത്. നമുക്ക് കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ്, ആ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ഒരു എമർജൻസി ഫണ്ട് പോലും ഇല്ലാത്ത ആളുകൾ വരെ EMI ഉപയോഗിച്ച് ഐഫോണും മാക്ബുക്കും ആപ്പിൾ വാച്ചും എല്ലാം വാങ്ങിക്കുന്ന ഒരു കാലമാണിത്. നമ്മുടെ കൊച്ചു കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 1500 കേസുകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഓൺലൈൻ ലോൺ തട്ടിപ്പുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാനഹാനി ഭയന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാത്തവരായിട്ട് എത്ര ആൾക്കാരുണ്ടാവും? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഓൺലൈൻ ലോണുകൾ ഉപകാരമോ അതോ ഉപദ്രവമോ? പണ്ട് കാലഘട്ടങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഓൺലൈൻ ലോൺ എന്ന് കുറിച്ച്? ഒരു ലോൺ നമുക്ക് പാസ്സായി കിട്ടണമെങ്കിൽ 1 മാസം 2 മാസം ബാങ്കിന്റെ പിന്നാലെ നമ്മൾ നടന്ന് നമ്മുടെ ചെരുപ്പ് തേഞ്ഞു പോയാലും നമുക്ക് ലോൺ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. നേരെ മറിച്ച് ഇപ്പോഴോ, നിങ്ങൾക്കൊരു വാച്ച് വേണോ, ഒരു മൊബൈൽ വേണോ, ഒരു വാഷിംഗ് മെഷീൻ വേണോ, ഒരു ഫ്രിഡ്ജ് വേണോ, എന്തിനും ലോണാണ് ഇപ്പോൾ. നല്ല ആപ്ലിക്കേഷനുകൾ ഒരുപാട് ഉണ്ടെന്നിരിക്കെ ഈ നല്ല ആപ്ലിക്കേഷനുകളുടെ പേര് പറ്റി ചീത്തയായ ആപ്ലിക്കേഷനുകളും ഫ്രോഡ് ആപ്ലിക്കേഷനുകളും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കൊരിക്കലും അത് ഒരൊറ്റ ക്ലിക്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര സുന്ദരമായിരിക്കും അവരുടെ പ്രസന്റേഷൻ, അത്ര മാന്യമായിരിക്കും ലോൺ എടുക്കുന്നത് വരെ അവരുടെ ഇടപെടൽ. ലോൺ എടുത്തു കഴിഞ്ഞാലോ, ഒരു 10,000 രൂപ നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ അടുത്തൊരു ന്യൂസിൽ കണ്ടു, 10,000 രൂപ ലോൺ എടുത്ത ആള് 3 ലക്ഷം വരെ അടച്ചിട്ട് പോലും അവർക്ക് ലോൺ തീർന്നില്ല. എന്തുകൊണ്ട്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നു, 2,50,000 രൂപ അപ്രൂവ് ആയിട്ടുണ്ട്, 4,50,000 രൂപ അപ്രൂവ് ആയിട്ടുണ്ട്, ലോൺ എടുക്കാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന അതേ സമയം, ആ സമയം നിങ്ങളുടെ ഫോണിലെ ഇമേജസ്, കോണ്ടാക്ട്സ്, നിങ്ങളുടെ ഫോട്ടോസ്, നിങ്ങളുടെ കോൾ രജിസ്റ്ററുകൾ എല്ലാം ഈ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ ഒരു ലോൺ എടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബം മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബവും നിങ്ങളുടെ ബന്ധുക്കളുടെ കുടുംബവും കൂടിയാണ്. കാരണം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളുടെ കോണ്ടാക്ട്സ് ലിസ്റ്റിലെ ആക്സസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അവർ അടുത്തതായി ഈ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്കും നിങ്ങളുടെ കോണ്ടാക്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാർക്കുമാണ്. നമ്മൾക്കൊരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇത് നമ്മൾ പണ്ട് പഠിച്ച ഒരു പാഠമാണ്. അതിപ്പോൾ ഇവിടെ വളരെ പ്രസക്തമായ ഒരു വാക്യം കൂടിയാണ്. കാരണം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആര് എന്ത് ഓഫർ ചെയ്താലും മനസ്സിലാക്കിക്കൊള്ളുക, അതിൽ ചതിയുണ്ട്, വഞ്ചനയുണ്ട്, നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം അവർ നമ്മളെ വിളിക്കും, ആദ്യം അവർ നമുക്ക് മെസ്സേജ് അയക്കും, നമ്മളെ ലിങ്കിലൂടെ എൻ്റർ ചെയ്യാൻ പറയും. ഇനിയിപ്പോ നിങ്ങൾ ആ ലിങ്കിൽ എൻ്റർ ചെയ്യാതെ തന്നെ നേരിട്ട് തന്നെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നു. നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. എല്ലാം അവരുടെ കയ്യിൽ ഭദ്രം. പിന്നീട് ഒരു OTP വരുന്നു. OTP വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണം പോലും കിട്ടാതെ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പണം അവർ പിൻവലിക്കുന്ന ഒരവസ്ഥ വരുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് പണം കിട്ടി, നിങ്ങൾക്ക് ലോണ് കിട്ടി എന്ന് വിചാരിക്കാം. അവർ പറഞ്ഞ ലോണ്, ഒരു 10,000 രൂപയുടെ ലോണ് നിങ്ങൾക്ക് ആദ്യം കിട്ടി. നിങ്ങൾ കറക്റ്റായിട്ട് EMI അടച്ചു.
3000 രൂപ വെച്ച് നിങ്ങൾ അടച്ചു. അങ്ങനെ അവസാനം ആ 10,000 തീരാൻ പോകുന്ന സമയത്ത് അവർ നിങ്ങളെ വീണ്ടും വിളിക്കും. നിങ്ങളോട് പറയും ഈ ലോണ് ടോപ്പ് ചെയ്താൽ ഇത്ര ഓഫർ ഉണ്ട് എന്നെല്ലാം പറയും. നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നിങ്ങൾ അത് ടോപ്പ് ചെയ്യും. അവർ ടോപ്പ് ചെയ്യുന്ന രീതി ഒരുപാട് കൂടുതലായിരിക്കും. നമ്മുടെ EMI ഒരുപാട് കൂടി വരും. നമ്മൾ എത്ര അടച്ചാലും തീരാത്ത ഒരു EMI ട്രാപ്പിലേക്ക് നമ്മൾ വീണുപോകും. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു EMI അടക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത പലിശ അവർ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. 10,000-ന് ചിലപ്പം 10,000 രൂപ തന്നെ പലിശയായിട്ട് അവർ നിങ്ങൾ അടിച്ചേൽപ്പിക്കും. നിങ്ങൾക്കത് അടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരും. ഇനി അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ അടക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിത്രങ്ങൾ, നിങ്ങളുടെ ഇമേജുകൾ അവരുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട്സുകൾ അവരുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഫോൺ ഗാലറിയിൽ നിങ്ങൾ സ്വകാര്യമായി വെച്ചിരുന്ന നിങ്ങളുടെ ചിത്രങ്ങൾ, നിങ്ങളുടെ പങ്കാളിയുടെ ചിത്രങ്ങൾ, നിങ്ങളുടെ ആരുടെയെങ്കിലും ചിത്രങ്ങൾ, എല്ലാ ഇമേജസും അവരുടെ കയ്യിലുണ്ട്. അവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതിനെ ഇപ്പോഴത്തെ AI ടെക്നോളജികൾ ഉപയോഗിച്ച് നേക്കഡ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ മോർഫ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ. ബാങ്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ബാങ്ക് വേണ്ട, അതല്ലാതെ ബാങ്കുമായി ഒരു ഇടപാട് ചെയ്യാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളത് വളരെ ബാലിശമായ ഒരു ചിന്തയാണ്. എന്താണെങ്കിലും നമുക്ക് ബാങ്കുമായി ബന്ധം സ്ഥാപിക്കേണ്ടതായി വരുന്നുണ്ട്. നമ്മൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഇതൊരു നല്ല ആപ്ലിക്കേഷൻ ആണോ അതല്ല ഇതൊരു ഫ്രോഡ് ആപ്ലിക്കേഷൻ ആണോ എന്ന്? ഒന്നാമത്തെ കാര്യം, അവിശ്വസനീയമായ രീതിയിൽ നിങ്ങൾക്ക് അവർ ഓഫർ തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ സിബിൽ സ്കോർ അവർ ചെക്ക് ചെയ്യില്ല. സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ഡാറ്റാസ്, അതായത് നിങ്ങൾ ആദ്യം ലോൺ എടുത്തിട്ടുണ്ടോ, ആ ലോൺ നിങ്ങൾ എങ്ങനെ അടച്ചു, ആ ലോണിൽ നിങ്ങൾ എന്തെങ്കിലും ഡ്യൂസ് വരുത്തിയോ, ഇതെല്ലാം അറിയിക്കുന്ന ഡാറ്റയാണ് സിബിൽ എന്ന് പറഞ്ഞത്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ കൊടുക്കുന്ന സിബിൽ സ്കോർ. ആ സിബിൽ സ്കോർ വേണ്ട, ആവശ്യമില്ല എന്നവർ പറയും. പിന്നെ രണ്ടാമത് അവർ പറയും നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ആവശ്യമില്ല, ഈ ലോൺ എങ്ങനെ തിരിച്ചടക്കണം എങ്ങനെ നിങ്ങൾ തിരിച്ചടക്കുമെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വേണ്ടത് നിങ്ങൾ ഈ ലോണ് തിരിച്ച് അടക്കാതിരിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവുകയില്ല. അവർക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചടക്കരുതേ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾക്ക് അവർ ലോൺ തരുന്നത്. മൂന്നാമത്തെ കാര്യം, ലോൺ കിട്ടുന്നതിന് മുന്നേ, ലോൺ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ചില ആളുകൾ നിങ്ങളോട് പ്രോസസ്സിംഗ് ഫീ ആവശ്യപ്പെടും. ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് ലോൺ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇത്ര രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരണമെന്ന്. ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനോ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരെയും വിശ്വാസത്തിലെടുക്കരുത്. കാരണം സ്വാഭാവികമായിട്ട് സാധാരണയായി നമ്മുടെ നാടുകളിലെ ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഫീ കൂടെ ചേർത്താണ് ലോൺ കൊടുക്കാറുള്ളത്. എന്നിട്ട് ലോൺ എടുത്തതിന് ശേഷം ആ പ്രോസസ്സിംഗ് ഫീ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ലോൺ പ്രോസസ്സിംഗ് ഫീ ആദ്യമായി ചോദിക്കുന്ന ഒരാളാണെന്നെങ്കിൽ ഉറപ്പിച്ചോളൂ അത് ഫ്രോഡാണ്, അതിലേക്ക് നിങ്ങൾ ചാടരുത്. അപ്പൊ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതുകൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ അടുത്ത ലോണിലേക്ക് പോവാൻ. ഒന്നാമത്തെ കാര്യം, ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ലോൺ കൊടുക്കുന്നതിന് മുമ്പ് സിബിൽ സ്കോർ ചെക്ക് ചെയ്തിരിക്കും. അതിനവര് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ ഇതെല്ലാം വാങ്ങി അവർ സിബിൽ സ്കോർ എന്തായാലും ചെക്ക് ചെയ്തിരിക്കും. ഇത് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാതെയാണ് നിങ്ങൾക്ക് ലോൺ പ്രൊസീഡ് ആവുന്നത് എങ്കിൽ ഉറപ്പിച്ചോളൂ അതൊരു ഫേക്ക് ലോണാണ്, അതിലേക്ക് പോകരുത്. രണ്ടാമത്തത്, ഇൻകം പ്രൂഫ് എന്തായാലും ചോദിക്കും. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ, ഒരു സാലറിഡ് പേഴ്സൺ ആണോ, അതല്ല നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് വരുമാനം, എങ്ങനെ നിങ്ങൾ ഈ ലോൺ തിരിച്ചടക്കും, ഏത് രീതിയിൽ നിങ്ങൾ തിരിച്ചടക്കാനുള്ള വരുമാനം എന്ന് എന്താണെങ്കിലും ഒരു ഒറിജിനൽ ഒരു നല്ല ലോൺ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ചോദിച്ചിരിക്കും. മൂന്നാമത്തത്, അവർക്കൊരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കും. രജിസ്റ്റേർഡ് ഓഫീസ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ലോൺ തരാനുള്ള പെർമിഷൻ ഉള്ളൂ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും രജിസ്റ്റേർഡ് ഓഫീസ് നമ്മുടെ കേരളത്തിലുണ്ടോ
ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരുമായി മുന്നോട്ട് പോകുക. അല്ലാതെ ഏതെങ്കിലും ഒരു ഫേക്ക് അഡ്രസ്സ് കണ്ട് അത് അവിടെയാണ്, അത് ഇവിടെയാണ്, ദുബായിൽ ഹെഡ് ഓഫീസാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. അവരുടെ കോളുകൾക്കും മെസ്സേജുകൾക്കും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. 4ാമത്, പ്രോസസ്സിംഗ് ഫീ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകരുത്. അത് തട്ടിപ്പാണ്. 110% തട്ടിപ്പാണ് എന്ന് യാതൊരു സംശയവുമില്ല. 5ാമത്, നിങ്ങളുടെ ATM കാർഡ് വിവരങ്ങൾ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ ചോദിക്കുന്നുണ്ടോ? ഒരിക്കലും കൊടുത്തു പോകരുത്. അവരും നിങ്ങളെ വഞ്ചിതരാക്കാൻ വേണ്ടി മാത്രമാണ് ചോദിക്കുന്നത്. 7ാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഏതൊരു വെബ്സൈറ്റിലാണോ ലോൺ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഏതൊരു ആപ്ലിക്കേഷനാണോ നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അവരുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യുക. അതിൽ HTTPS കഴിഞ്ഞിട്ട് ഒരു പാഡ്ലോക്കിന്റെ ചിഹ്നം കൂടി ഉണ്ടോ എന്ന് നോക്കുക. കാരണം അങ്ങനത്തെ ഒരു സെക്യൂർ ആയ വെബ്സൈറ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കുക നിങ്ങൾ ലോണിലേക്ക് പോകുന്നതിന്റെ മുമ്പ്. ഈ തട്ടിപ്പുകാരെല്ലാം ലക്ഷക്കണക്കിന് മെസ്സേജുകളാണ് ദിനം പ്രതി ലക്ഷക്കണക്കിന് പേരുകൾക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കതിൽ നിന്ന് ഒരു 100 പേര് ക്ലിക്ക് ചെയ്താൽ മതി, അവരുടെ ബിസിനസ്സിന് യാതൊരുവിധ തകരാറും സംഭവിക്കില്ല. അവരുടെ ബിസിനസ് വളരെ സ്മൂത്തായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് 100 പേരിലൂടെ അടുത്ത 1000 പേരുടെ ആക്സസ് കിട്ടുകയാണ്. പിന്നെ ഈ 1000 പേരിലൂടെ അടുത്ത 1000 പേരുടെ കോണ്ടാക്ട്സ് കിട്ടുകയാണ്. ഇങ്ങനെ അവരങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കും. പല പേരിലും, പല കോലത്തിലും, പല രൂപത്തിലും അവർ നമ്മുടെ ഇടയിൽ വിലസിക്കൊണ്ടേയിരിക്കും. ട്രസ്റ്റഡ് ആയ നാഷണലൈസ്ഡ് ബാങ്കുകളായ ഫിനാൻസ് എന്റർപ്രൈസസ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, നമ്മുടെ കേരളത്തിൽ ഓഫീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാത്രം നിങ്ങൾ ലോണിന് അപേക്ഷിക്കുക. ഒരു 10,000 രൂപയ്ക്കായിരിക്കാം നിങ്ങളുടെ കുടുംബം മൊത്തം തകർച്ചയിലേക്ക് പോകുന്നത്, നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നത്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ചു വേണം ഒരു ലോണിലേക്ക് പോകാൻ. ലോൺ ഒരു കെണിയാവാതെ നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഓക്കെ, ബൈ.